ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമുക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കും. ഇവിടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തോളൂ. തക്കാളി ആളുകളുടെ അംഗസംഖ്യ കൊണ്ട് എടുക്കാം. അതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വീഡിയോ കണ്ട പോലെ ചെറുതായി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് വെക്കുക. അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കുക. തക്കാളി നമുക്ക് പിന്നീട് അരിയാം. അങ്ങോട്ട് ഇതിൽ അരിഞ്ഞിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് ഇളക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് വാടുന്നിടം വരെ ഉള്ളി ഒന്ന് വാടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തക്കാളി അരിഞ്ഞ് ഇതേപോലെ അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കത് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഇച്ചിരി നേരം വാട്ടൽ വരുന്നിടം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ചെടുത്തപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതിപ്പോൾ ഫിൽറ്ററിലായതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ലൈറ്റ് മഞ്ഞ കളർ പോലെ തോന്നുന്നത്. പക്ഷെ മഞ്ഞയല്ല, യഥാർത്ഥത്തിൽ നമുക്ക് ഓറഞ്ച് കളർ പോലെയാണ് കിട്ടിയത്. അത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇത് നമുക്ക് ഇഡ്ഡലി, ദോശ തുടങ്ങിയവയുടെ ഉപയോഗിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്